DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അബ്രാർ അഹമ്മദിന്റെ ആ ഒരു എന്താ പറയുക, ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു സാധനം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവന് വലിയൊരു അബദ്ധം പറ്റിപ്പോയത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം ഒന്ന് കാണാം. ആ വിക്കറ്റും ആ ഒരു അവന്റെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ആദ്യം ഒന്ന് കാണാം. സത്യത്തിലും അവന്റെ ബോള് ഒരു രക്ഷയില്ലാത്ത ബോളാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഒരു രക്ഷയില്ലാത്ത, അത് വിരാട് കോഹ്ലിയും ആ സമയത്ത് അത് അഡ്മിറ്റ് ചെയ്ത ഒരു കാര്യമാണ്. ആ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ വിരാട് കോഹ്ലിയും പറഞ്ഞു, ഒന്നും ചെയ്യാനിടാ, അതിനകത്ത് ഔട്ട് ആകും, അതിനകത്തൊന്നും ചെയ്യാനില്ല, അൺപ്ലേയബിൾ ആയിട്ടുള്ള ഒരു ബോൾ തന്നെയാണ്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു ബോൾ തന്നെയാണ്. അപ്പൊ ആ ബോളിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് അവ പന്തെറിഞ്ഞത്, അതിനകത്ത് യാതൊരുവിധ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയത് സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ കാണിച്ച ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിലാണ് അവന് വീഴ്ച പറ്റിയത് മൊത്തവും. കാരണം ഇത് ഇത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു പ്രശ്നമാവുമെന്ന് ആശാൻ വിചാരിച്ചേ ഇല്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം, അതിനകത്ത് നമുക്കറിയാം രോഹിത് ശർമ്മ ആദ്യം ഒരു നല്ലൊരു ഇന്റന്റ് കാണിക്കുന്നു, അതിനുശേഷം പുറത്താവുന്നു, വളരെ പെട്ടെന്ന് തന്നെ പുറത്താവുന്നു. എങ്കിലും അവിടെ പെട്ടെന്ന് ശുഭ്മാൻ ഗില്ല് ആ ഒരു ഡ്യൂട്ടി, ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് സ്കോർ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് വലിയൊരു അപകടമാണ്. കാരണം പാകിസ്ഥാന് വലിയൊരു സ്കോർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾ ബാറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിനെ പിടിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേനും പാകിസ്ഥാൻ അവിടെ ഒരു വിക്കറ്റ് ഏറ്റവും അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് അത് ഗില്ലിന്റെ തന്നെ ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആണെന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ അബ്രാർ ഈ വിക്കറ്റ് നേടുന്നത്. അപ്പം വളരെ സന്തോഷം ഉണ്ടാവും. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗില്ലിന്റെ വിക്കറ്റാണ് കിട്ടിയത്. പക്ഷെ അവനവിടെ വന്നിട്ട് അവന്റെ ഒരു എക്സ്പ്രഷൻ സംഭവം എന്ന് പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആദ്യമേ ആ സമയത്ത് വലിയ മാസാണെന്നുള്ള രീതിയിൽ കാണിച്ചതാണ് ആശാൻ. പക്ഷെ കളിയുടെ അവസാനം മുതൽ ഇങ്ങോട്ട് അതൊരു കോമാളി രൂപത്തിലോട്ട് ആകുമെന്ന് അവന് പ്രതീക്ഷയില്ല. ലോകത്ത് എമ്പാടുള്ളവരെടുത്തിട്ട് ട്രോളുക, അത് പാകിസ്ഥാൻകാരാണെങ്കിലും ഈ പറയുന്ന പോലെ ഇന്ത്യക്കാരാണെങ്കിലും മറ്റു രാജ്യക്കാരാണെങ്കിലും എല്ലാവരും എടുത്തിട്ട് ട്രോളുക. കാരണം ഇവനെ വല്ല ആവശ്യമുള്ള കാര്യമാണോ ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യയെ പറ്റി അറിയാവുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്ന് യെസ് എന്താ പറയുന്നത്, അത്രയും അഗ്രസീവ് ആയിട്ടുള്ളൊരു ഈ പറഞ്ഞ ഒരു സെലിബ്രേഷൻ കാഴ്ചവെച്ചിട്ട് അവൻ പൊക്കോട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു സംഭവം പക്ഷെ വലിയ മാസാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കേട്ടോ, അവൻ എന്തോ കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷെ അത് കറക്റ്റ് സമയത്ത് അതങ്ങോട്ട് വന്നില്ല. മാത്രമല്ല കളിയും കൂടെ തോറ്റ് തൊപ്പിയിട്ട് പുറത്തായപ്പോഴത്തേനും അവൻ അയ്യോ അത് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു സെറ്റപ്പില്ല. ലോകമെമ്പാടുള്ളവരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ എന്ന് വെച്ചാൽ അതെടുത്തിട്ട് അങ്ങ് മറിക്കുകയാണ് ട്രോള്. നമുക്ക് അങ്ങനെ ഒരു ട്രോള് കണ്ടു നോക്കാം. കണ്ടില്ലേ, എല്ലാവരും ഇപ്പൊ അതേ ഇത് തന്നെയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒട്ടനവധി ഈ പറയുന്നൊരു ട്രോൾ അങ്ങനെ കണ്ടു. അവനെ പറ്റിപ്പോയതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനൊരു വലിയൊരു പ്രശ്നത്തിലോട്ടാകുമെന്ന് ആശാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും അവൻ ചിന്തിക്കേണ്ടതായിരുന്നു. കാരണം ഈ പറയുന്ന ഇന്ത്യക്കെതിരെയുള്ള മത്സരമാണ്. അവിടെ ഞാൻ ഒത്തിരി, കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് റണ്ണ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഷോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സംഭവം അവന് വിചാരിക്കണമായിരുന്നു. പക്ഷെ ആശാന്റെ ബോളിങ്ങും ഈ പറയുന്ന പോലെ സ്പെല്ലും ഒക്കെ വളരെ നല്ലതാണ്. അതിനകത്തൊന്നും അത് സ്കില്ലിന്റെ കാര്യത്തിലൊന്നും ഒരു ഇതിനും വലിയ സ്കില്ലുള്ളവന്മാര് അവിടെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം കാര്യം അറിയാം, വെറുതെ ഇവിടെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷഹീൻ അഫ്രീദിയും രോഹിത് ശർമ്മ നമ്മുടെ ബാറ്റിൽ നമുക്കറിയാം ആ ഒരു യുദ്ധം. അതിനകത്ത് ഷഹീൻ അഫ്രീദി ജയിച്ചു, രോഹിത്തിന്റെ കുറ്റിയെടുത്തു. പക്ഷെ എന്നിട്ട് പോലും ഷഹീൻ അഫ്രീദി ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അത്രയും ചൊടിപ്പിക്കുന്ന രീതിയിലല്ല. ഇവനിങ്ങോട്ട് വന്നിട്ട് ഇവനോർത്തു ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഷറാവും, ഇന്ത്യ അങ്ങ് തോക്കും എന്നൊക്കെ ആയിരിക്കും പുള്ളി വിചാരിച്ച് വെച്ചിരുന്നത്. ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പ്രഷറാവും, അപ്പൊ ധൈര്യത്തോടെ എന്ത് വേണമെങ്കിലും കാണിക്കുക എന്നുള്ളൊരു ഇതൊക്കെ ആയിരിക്കും. പക്ഷെ കിട്ടി ഇപ്പൊ കഷ്ടം. പക്ഷെ ഇപ്പൊ പുറത്ത് വെളിയിൽ ഇപ്പം ഇറങ്ങാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലായിരിക്കത്തില്ല അബ്രാർ. എന്തായാലും പോട്ടെ, അവൻ ഇതോടുകൂടി അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരിടത്തും വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും അഗ്രസീവായിട്ട് അവൻ സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന് അവൻ ഉറപ്പായിട്ട് മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അത്രയധികം ട്രോളി എല്ലാവരും കൂടെ വശം കെടുത്തി വെച്ചിരിക്കുകയാണ് അവനെ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.